Welcome to NCERT Plus 1 Plus 2 Physics. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് NCERT എക്സസൈസ് ആയിരുന്നു. അപ്പം നമ്മൾ 5 എക്സസൈസ് ക്വസ്റ്റ്യൻസോളം ഇന്നലെ ചെയ്തു. പിന്നെ നമ്മൾ ബാക്കി നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ഓൺ എ സ്ട്രിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദിസ് ഇക്വേഷൻ. ഇക്വേഷൻ ഞാൻ ഇവിടെ ഒന്നുകൂടെ എഴുതാം. y(xt) = 3 sin 36t plus 0.018x plus 5/4 എന്നാണ്. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. where x and y are in centimeters and t is in seconds. The positive direction of x is from left to right. Left to right ആണ് positive direction of x എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക. Is this a traveling wave or a stationary wave? അപ്പൊ ഇങ്ങനത്തെ ചോദ്യം ട്രാവലിംഗ് വേവ് ആണോ സ്റ്റേഷനറി വേവ് ആണോ എന്നൊരു ചോദ്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ട്രാവലിംഗ് വേവിന്റെയും അതുപോലെ തന്നെ സ്റ്റേഷനറി വേവിന്റെയും ജനറൽ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ കമ്പയർ ചെയ്താൽ മതി. ഇഫ് യു ടേക്ക് ഫസ്റ്റ് നമുക്ക് ട്രാവലിംഗ് വേവ് ഓർ സ്റ്റേഷനറി വേവ് എന്ന് ചോദിച്ചു. ട്രാവലിംഗ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എന്താണെന്ന് നമുക്കറിയാം. ദാറ്റ് ഇസ് y(xt) = a sin kx + or - ωt + phi എന്നുള്ളതാണ് അതിന്റെ ജനറൽ ഇക്വേഷൻ. അപ്പം ഇതും കൂടി നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനും നമ്മളുടെ ട്രാവലിംഗ് വേവിന്റെ ജനറൽ ഫോം കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എക്ക് പകരം 3, ഒരു ടിക്ക് ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്, എക്സിന് ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്, ഒരു ആംഗിളും ഉണ്ട്. ദാറ്റ് മീൻസ് ഫോം സെയിം ആണ്. ദാറ്റ് മീൻസ് ദിസ് ഇസ് എ ട്രാവലിംഗ് വേവ് ദ ഗിവൺ. അപ്പൊ നമുക്ക് സ്റ്റേഷനറി വേവിലേക്ക് പോകേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി അത് ട്രാവലിംഗ് വേവ് ആണ്. ഇഫ് ഇറ്റ് ഇസ് ട്രാവലിംഗ്, വാട്ട് ആർ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം ഡയറക്ഷൻ പെട്ടെന്ന് ഇതിന്റെ കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ ഇതിന്റെ തിയറി പഠിച്ചാണ്. a sin kx + ωt + phi രണ്ടും പോസിറ്റീവ് വരുവാണെങ്കിൽ അതിന്റെ അർത്ഥം അത് നെഗറ്റീവ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആയിട്ടാണ് kx - ωt അങ്ങനെ വരുവാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്. എക്സിനും ടിക്കും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനും എക്സിനും ടിക്കും സെയിം സൈൻ ആണ് നെഗറ്റീവ് ഡയറക്ഷൻ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എല്ലാം പ്ലസ് ആണ് വന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് പ്ലസ് ടേംസ്. ദാറ്റ് മീൻസ് ഇറ്റ് റെപ്രസെന്റ്സ് എ വേവ് which is traveling in the negative direction. Represents a wave traveling in negative direction. Traveling in negative direction. അപ്പം ഏത് ഡയറക്ഷൻ ഇവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഈ വേവ് ട്രാവൽ ചെയ്യുന്നത്. ഇറ്റ് ട്രാവൽസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. പിന്നെയാണ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ സ്പീഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം സ്പീഡ് ഞാൻ ഒന്നുകൂടെ ഇക്വേഷൻ എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. y(xt) = 3 sin 36t plus 0.018x plus 5/4 എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഈ സ്പീഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഇസ് ω/k. സ്പീഡ് ഈസ് ഗിവൺ ബൈ ω/k. അപ്പൊ ഒമേഗയും കെയും നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. ഓക്കെ, വാട്ട് ഇസ് ഒമേഗ? നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ a sin kx + ωt + phi ആണ്. അത് ടിയുടെ കോഎഫിഷ്യന്റ് ആണ് ഒമേഗ. അപ്പൊ ഇവിടെ ടിയുടെ കോഎഫിഷ്യന്റ് 36. സോ 36 എന്ന് പറയുന്നതാണ് ഒമേഗ. 36 rad/second. ആൻഡ് നമുക്ക് കെയും വേണമല്ലോ. കെ എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 0.018. സോ കെ ഈസ് 0.018 മീറ്റർ ഇൻവേഴ്സ്. അപ്പം ബേസിക്കലി നമ്മൾ ഈ ഫോമുല എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടാണ് ഇതറിയാം. v = μ(λ). ഈ ഫോമുല ഒരു ജനറൽ ഫോമുല ആണ്. ആൻഡ് ന്യൂ ഈസ് ഗിവൺ ബൈ, നിങ്ങൾ വളരെയധികം യൂസ് ചെയ്തിട്ടുണ്ട്. ന്യൂ ഈസ് ഗിവൺ ബൈ ω/2π ആൻഡ് ലാംഡ ഈസ് ഗിവൺ ബൈ 2π/k. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഈ ഫോമുല എല്ലാം ആക്ച്വലി ഇതിനെ അറിഞ്ഞിരിക്കുക. കാര്യം പലതരത്തിൽ പ്രോബ്ലംസ് വരുമ്പം തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ v = μ(λ). ന്യൂക്ക് പകരം ω/2π, ലാംഡയ്ക്ക് പകരം 2π/k. സോ യു വിൽ ഗെറ്റ് ω/k. അങ്ങനെയാണ് ഇത് നമ്മൾ ഓൾറെഡി കണ്ടാണ്, ഞാൻ നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സോ ജസ്റ്റ് ω/k ഇട്ട് കൊടുത്താൽ മതി. സോ v = ω36 k 0.018. ഇപ്പൊ ചെയ്യുമ്പോൾ 20 m/s എന്ന് വരും. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് നോക്കി, വാട്ട് ബി പാർട്ട്.
അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്ത് അടുത്ത് നമുക്ക് വാട്ട് ആർ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ജനറൽ ഇക്വേഷനുമായിട്ട് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y is equal to a sin kx minus omega t plus 5 ആണല്ലോ. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ കൂടെ ഇവിടെ എക്ക് പകരം ഇവിടെ വന്നിരിക്കുന്ന ആള് 3 ആണ്. സോ ആംപ്ലിറ്റ്യൂഡ് ഈസ് 3 സെന്റിമീറ്റർ. ഓക്കെ, y is in സെന്റിമീറ്റർ എന്നാണ്, അതുകൊണ്ട് ഇത് 3 സെന്റിമീറ്റർ. ഓക്കെ, ആൻഡ് ഫ്രീക്വൻസി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ അതാണ് ഞാൻ പറഞ്ഞ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ന്യൂസ് ഈക്വൽ ടു ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ന്യൂസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π. ഒമേഗയുടെ വാല്യൂ 36/2 into 3.14. സോ ഇത് ചെയ്യുമ്പോൾ we will get 5.73 Hz എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. അപ്പൊ നമ്മൾ ബി പാർട്ട് കഴിഞ്ഞു. വാട്ട് ഇസ് ദ ഇനിഷ്യൽ ഫേസ് അറ്റ് ദ ഒറിജിൻ? ഇനിഷ്യൽ ഫേസിനാണ് 5 റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ 5ക്ക് പകരം വന്നിരിക്കുന്ന ആളാരാണ്? 5/4. സോ 5 is 5/4. ഇനി അടുത്ത ഡി പാർട്ട് നോക്കുക. ഡി ക്വസ്റ്റ്യൻ, what is the least, അപ്പൊ നമ്മൾ സി സോൾവ് ചെയ്തു. what is the least distance between two successive crests in the wave? നമുക്കറിയാം least distance between two successive crests. crest എന്ന് പറഞ്ഞാൽ the points which are on the same face, which are at the same face, അതാണ് crest. so least distance between two points which are at the same face in the wave. this is the definition for lambda. ലാംഡ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓക്കെ, അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഇക്വേഷനും കൂടെ അറിഞ്ഞിരിക്കുക. ലാംഡ is equal to 2π/k. ഓക്കെ, നമുക്ക് ഓർത്ത് വെക്കുക 2π/k. അപ്പൊ നമുക്ക് 2 into 3.14/k എന്ന് പറഞ്ഞാൽ 0.018. അപ്പൊ നമുക്ക് ഇത് ചെയ്യുമ്പോൾ you will get 3.5 meters. Okay, this is the first problem. ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലം നോക്കാം. For the traveling harmonic wave, y of x is equal to 2 cos 2π into 10t by 0.0806 plus 0.35. ഞാൻ ആ വേവ് ഒന്നുകൂടെ കൂടെ ഇവിടെ എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. 2 cos 2π into 10t minus 0.008x plus 0.35. അപ്പൊ നോക്കിക്കേ, ഈ നമ്മള് ജനറലി നമ്മുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? നമുക്ക് a sin kx plus or minus omega t plus 5. അപ്പം ഇത് സൈൻ ആവാം അല്ലെങ്കിൽ കോസ് ആവാം. ബട്ട് വാട്ട് എവർ, ഈ സൈനിന്റെ മൊത്തത്തിന്റെ അകത്തുള്ള ബ്രാക്കറ്റാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എപ്പോഴും, അല്ലെ? അപ്പൊ ഈ 2π പുറത്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നിങ്ങൾ അതിനടുത്ത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 2 cos 2π 10t minus 2π into 0.008x plus 2π into 0.35. ഓക്കെ, ഇപ്പൊ ജനറൽ ഫോർമുല ആയില്ലേ? അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വേണ്ട, അതിന് അടുത്തേക്ക് മൾട്ടിപ്ലൈ അല്ല. കാര്യം നമ്മളെ കോസിന്റെ സൈൻ്റെ ഒക്കെ ആർഗ്യുമെന്റ് ആയിട്ടാണ് മൊത്തത്തിൽ കണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ എഴുതുക, എന്തെങ്കിലും ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി. ഓക്കെ, where x and y are in centimeters, x ഉം y ഉം സെന്റിമീറ്ററിലാണ്, t സെക്കൻഡ്സിലാണ്. കാൽക്കുലേറ്റ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓസിലേറ്ററി മോഷൻ ഓഫ് 2 points separated by distance of. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ തന്നിട്ടുണ്ട്. 4 meter, 0.5 meter, λ/2, 3 λ/4. അപ്പൊ ഈ പോയിന്റ്സ് ഓഫ് സെപ്പറേഷനിൽ അത്രയും സെപ്പറേഷൻ ഉണ്ടെങ്കിൽ, ഡിസ്റ്റൻസ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ആ ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? ആ പോയിന്റ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ആ വേവ്സിന്റെ തമ്മിലുള്ള ഫേസസിന്റെ വ്യത്യാസം എത്രയാന്നുള്ളതാണ്. ഇനീഷ്യൽ ആംഗിളിന്റെ വ്യത്യാസം എത്രയായിരിക്കും എന്നുള്ളതാണ്. സി, നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മളുടെ ഫോർമുല ഇറ്റ്സെൽഫ് ഇസ് സി y1. നമ്മളിപ്പം y1 എന്ന് എടുക്കുവാണെങ്കിൽ, നമ്മളിപ്പം y1 എന്ന് പറയുന്നത് ഞാൻ ജനറൽ ഫോർമുല പറയണേ. എ സൈൻ ഒരു വേവിനെ സംബന്ധിച്ച് അതിന്റെ വേവ് നമ്പറും ആംഗിൾ ഓഫ് ഫ്രീക്വൻസിയും സെയിം ആയിരിക്കുമല്ലോ. അപ്പം ഫസ്റ്റ് പൊസിഷൻ ഇതാന്ന് വിചാരിക്കാം, ഒമേഗ ടി പ്ലസ് 5.1 എന്ന് ഫേസ് ഡിഫറൻസ് 5.1 അങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇനി അതേ പൊസിഷനിൽ തന്നെ അതേ സമയത്ത് തന്നെ അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇതാം, kx2 മൈനസ് ഒമേഗ ടി പ്ലസ് 5.2 എന്ന് എഴുതാന്ന് വിചാരിക്കും. നമുക്ക് ഈ ജനറലി നമുക്ക് ഈ മൊത്തത്തിലുള്ള ഈ അകത്തെ സാധനത്തിന് ഞാൻ എ സൈൻ, ഈ കേസിൽ ഞാനൊരു 5a എന്ന് കൊടുക്കാം. അത് മൊത്തത്തിൽ ലൈക്ക് മൊത്തം 5a, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്താ പറയാ, 5a എന്ന് കൊടുക്കാം. ഈ മൊത്തം ബ്രാക്കറ്റ് kx1 മൈനസ് ഒമേഗ ടി പ്ലസ് 5.1 5a കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എ സൈൻ ഈ kx2 മൈനസ് ഒമേഗ 2 പ്ലസ് 5.2 ആ മൊത്തത്തിലുള്ള ആ ഒരു സംഭവത്തിന് ഞാൻ 5b എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മളോട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ആ
രണ്ട് വേസിന്റെയും അത് ആ രണ്ട് പോയിന്റ്സിന് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ബേസിക്കലി 5b മൈനസ് 5a എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം യു ക്യാൻ ഡു ദാറ്റ് ലൈക്ക് ദിസ് ഇസ് 1 ആൻഡ് ദിസ് ഇസ് 2. യു ഹാവ് ടു മൈനസ് 1 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എ സൈൻ നമുക്ക് എ സൈൻ ഇൻറ്റു എ സൈൻ 5b സൈൻ 5b അല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് ഫേസ് ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫേസ് ഡിഫറൻസ് എന്താണെന്നാണ്. ദാറ്റ് മീൻസ് ഈ 5bയുടെയും 5aയുടെയും ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് വേണ്ട 5b മൈനസ് 5a എത്ര എന്നാണ് വേണ്ടത്. അപ്പൊ 5b എന്ന് പറയുന്നത് എന്താണ്? kx2 മൈനസ് ഒമേഗ ടി പ്ലസ് 5(2). 5a എന്ന് പറയുന്നത് kx1 മൈനസ് ഒമേഗ ടി പ്ലസ് 5(1). ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ നോക്കിക്കേ. മൈനസ് ഒമേഗ ടി പ്ലസ് 5(2). ഓക്കെ, ഞാൻ ഇപ്പുറത്തേക്ക് എഴുതാമേ. kx2 മൈനസ് ഒമേഗ ടി പ്ലസ് 5(2) മൈനസ് അതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. മൈനസ് 5(1). അപ്പൊ ഈ ഒമേഗ ടി നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ kx2 മൈനസ് kx1 പ്ലസ് 5(2) മൈനസ് 5(1) ആണ്. ഓക്കെ, സോ നമ്മുടെ 5b മൈനസ് 5a എന്ന് പറയുന്നതാണ് ഇത്. ദറ്റ് ഈസ് 5b മൈനസ് 5a is equal to k ഇൻറ്റു x2 മൈനസ് x1 പ്ലസ് 5(2) മൈനസ് 5(1). ഞാൻ ഇങ്ങനെ എഴുതാം. ഇപ്പൊ വേവിന്റെ ഒരേ സോഴ്സ് ആണെങ്കിൽ, ഒരേ സോഴ്സിലുള്ള വേവ് ആണെങ്കിൽ നമുക്ക് ഈ ഇനീഷ്യൽ ഫേസ് ആംഗിൾ ഇതെന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി, ഒരേ സോഴ്സ് ആണെങ്കിൽ ദിസ് വിൽ ബി 0. ഈ ടേം എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇൻ ദാറ്റ് കേസ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വിച്ച് ഇസ് ദിസ് ഫേസ് ഡിഫറൻസ് വിച്ച് ഇസ് 5b മൈനസ് 5a. 5b മൈനസ് 5a ഞാൻ del phi എന്ന് കൊടുക്കുകയാണെങ്കിൽ that del phi is equal to k ഇൻറ്റു x2 മൈനസ് x1 ഞാൻ del x എന്ന് എനിക്ക് എഴുതാം. സോ ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ആ ഡിസ്റ്റൻസ് സെപ്പറേഷൻ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡെൽറ്റ എക്സ് പല തന്നിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഡെൽറ്റ 5 മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ ഓരോന്നിൻ്റെ അകത്തും ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ അകത്ത് ഡെൽറ്റ 5 നമുക്ക് ഈ ഫോർമുല ഇത് ഉപയോഗിച്ചാൽ മതി. ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിനിൽ നോക്കിക്കേ, ഡെൽറ്റ എക്സ് 4 മീറ്റർ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റിനിൽ ഡെൽറ്റ എക്സ് 4 മീറ്റർ എന്നാണ്. അപ്പം പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ 4 മീറ്റർ നമ്മൾ എക്സും വൈയും സെന്റിമീറ്റേഴ്സിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ സെന്റിമീറ്ററിലേക്ക് ആക്കുക. സോ ഇഫ് യു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു സെന്റിമീറ്റർ ദിസ് ഇസ് 400 സെന്റിമീറ്റർ. ഇപ്പൊ ഡെൽറ്റ എക്സ് 400 സെന്റിമീറ്റർ ആകുമ്പോൾ വട്ട് ഈസ് ഫേസ് ഡിഫറൻസ് എന്നല്ലേ. അപ്പം കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മുടെ ജനറൽ ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് എസ് നമ്മുടെ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5 ആണല്ലോ. അത് കെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് നമുക്ക് കെ വരുന്നത്. ഓക്കെ, എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാന്ന് നോക്കിയാൽ മതി. ഇപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു 0.008 ആണ് നമ്മുടെ കെ. ഹിയർ വി ഹാവ് അവർ കെ ആസ് 2π ഇൻറ്റു 0.008. അതാണ്, ദാറ്റ് ഇസ് 0.016π ആണ് നമ്മളുടെ കെ. അപ്പം ഫസ്റ്റ് വരുമ്പം കെ ഡെൽറ്റ എക്സ് മീൻസ് 0.016π ഇൻറ്റു 400. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 6.4π റേഡ് എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. ബിയിൽ അപ്പൊ നമ്മൾ എ കഴിഞ്ഞു. ഇനി അടുത്ത സെപ്പറേഷൻ ഡിസ്റ്റൻസ് 0.5 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഇസ് 0.5 മീറ്റർ. 0.5 മീറ്റർ മീൻസ് 50 സെന്റിമീറ്റർ. സോ ഹിയർ ഡെൽറ്റ 5 is equal to നമ്മുടെ 0.016π ഇൻറ്റു 50. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് 0.8π റാഡ് എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ λ/2 ആണ് സെപ്പറേഷൻ ഡിസ്റ്റൻസ് എങ്കിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെൽറ്റ എക്സ് ഈസ് ഹിയർ λ/2. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം ഡെൽറ്റ 5 is equal to k ഡെൽറ്റ എക്സ് ആണ്. വി ഓൾറെഡി ഹാവ് കെക്ക് നമുക്ക് എപ്പോഴും ഇൻ ജനറൽ കെയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2π/λ ആണ്. ജനറലി 2π/λ ആണ്. നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിലും കണ്ടതാണ് കെയുടെ ജനറൽ വാല്യൂ 2π/λ ആണ്. സോ ഈ കെ നമുക്ക് റീപ്ലേസ്, കാര്യം ഇത് ഓൾറെഡി ഇൻ ടേംസ് ഓഫ് ലാംഡ ആയതുകൊണ്ട് നമുക്ക് ഈ 2π/λ ടേംസിൽ എഴുതാം. 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ് ഇസ് λ/2. സോ ഈ ലാംഡയും ക്യാൻസൽ, ഈ 2 ക്യാൻസൽ ആയി. വി ഹാവ് ഹിയർ പൈ റാഡ് എന്ന് എഴുതാം.
ഇനി അടുത്ത നോക്കിക്കേ, നെക്സ്റ്റ് ഡീത്ത് പ്രോബ്ലം. അത് എന്താണ്, 3 λ/4 ആണ് ഡിസ്റ്റൻസ് എങ്കിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഇസ് 3 λ/4. അപ്പോൾ ഇവിടെ ഡെൽറ്റ 5 is equal to k delta x which is equal to 2π/λ into 3 λ/4. അപ്പൊ ഈ ലാംഡയും ക്യാൻസൽ ആയി, ഇവിടുത്തെ ഒരു 2ഉം ഈ 4ഉം കൂടി ക്യാൻസൽ ആയിട്ട് we have 3π/2 rad എന്ന് വരും. That is 1.5 pi rad. Okay, this is that problem. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. The transverse displacement of a string is given by equation ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഒരു സ്ട്രിംഗിലെ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് which is given by y of x t is equal to, ഇതാണ് തന്നിരിക്കുന്നത്, 0.06 sin 2π/3x cos 120 pi t. ഇതാണ് തന്നിരിക്കുന്നത്. വേറെ x and y are in meters and t in seconds. x ഉം y മീറ്ററിലും t സെക്കൻഡ്സിലും ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. The length of the string is 1.5 meter. ലെങ്ത് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഇത് ലെങ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ് സ്ട്രിങ്ങിന്റെ. അതിന്റെ മാസ് എന്ന് പറയുന്നത് 3 × 10⁻² kg ആണ്. നമുക്ക് 3 ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത്. Does the function represent a traveling wave or a stationary wave എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇത് ട്രാവലിംഗ് വേവ് ആണോ എന്ന് നോക്കാം. നമുക്ക് ട്രാവലിംഗ് വേവിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് y of x t is equal to a sin kx plus or minus omega t plus phi എന്നുള്ളതാണ്. അപ്പം ഈ ഇക്വേഷനുമായിട്ട് നമ്മുടെ ഗിവൺ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, y of x t is equal to 0.06 sin 2π/3x cos 120 pi t. നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇവിടെ സൈനും കോസും വ്യത്യാസമായിട്ട് കിടക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഫൈ ഇല്ല. അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ അല്ലല്ലോ ഇതിരിക്കുന്നത്. അപ്പൊ ട്രാവലിംഗ് വേവ് അല്ല. ഇനി നമുക്ക് സ്റ്റേഷനറി വേവിന്റെ ജനറൽ ഇക്വേഷൻ നമ്മളുടെ കയ്യിലുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ y of x is equal to 2a sin kx cos omega t. ഇനി ആ ഫോർമുല ഈ ഫോർമുലയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 2a പകരം നമുക്ക് 0.06 എടുക്കാം. സൈൻ്റെ ഒരു ടേം ഉണ്ട്, ആൻഡ് സൈൻ്റെ ടേമിൻ്റെ അകത്തൊരു എക്സ് ഉണ്ട്, കോയിഫിഷ്യൻ്റ് എക്സ് ആയിട്ട് വരുന്നുണ്ട്. കോസിന്റെ ഒരു ടേം ഉണ്ട്, അതിന്റെ അകത്തൊരു ടീയും അതിനൊരു കോയിഫിഷ്യൻ്റ് ഉണ്ട്. അപ്പം അതുമായിട്ട് നോക്കുമ്പോൾ മാച്ചിങ് ആണ്. സോ ഇറ്റ് റെപ്രസെന്റ്സ് എ സ്റ്റേഷനറി വേവ്. സോ ഇറ്റ് റെപ്രസെന്റ്സ് എ സ്റ്റേഷനറി വേവ് അല്ലെ സ്റ്റാൻഡിങ് വേവ്. നമുക്ക് മനസ്സിലായി ആണെന്ന്. ഇന്റർപ്രറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇന്റർപ്രറ്റ് ദ വേവ് ആസ് എ സൂപ്പർപൊസിഷൻ ഓഫ് 2 waves ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമുക്കറിയാം സ്റ്റേഷനറി വേവ് വരുന്നത് തന്നെ എങ്ങനെയാണ്, 2 waves which is traveling in the opposite direction. അത് സൂപ്പർപോസ് ചെയ്യുമ്പോഴാണ് വരുന്നത്. അപ്പൊ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുക. വാട്ട് ഈസ് ദ വേവ് ലെങ്ത്, ഫ്രീക്വൻസി ആൻഡ് സ്പീഡ് ഓഫ് ഈച്ച് വേവ്. ആ രണ്ട് വേവിന്റെയും സൂപ്പർപോസ് ചെയ്യുന്ന വേവിന്റെ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, സ്പീഡ് ഇതെല്ലാം കാണും. അപ്പൊ നമ്മൾ ഇതിന്റെ തിയറി തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടാണ്. എന്തെങ്കിലും ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. നമ്മുടെ തിയറിയിൽ തന്നെ നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങിയത്. നമ്മുടെ ആ രണ്ട് വേവ്സ് ഇന്റർഫിയർ ചെയ്യുന്ന രണ്ട് വേവിനെ, ഒരെണ്ണത്തിനെ y1 എന്നും മറ്റേനെ y2 എന്നും എടുത്തു. അപ്പൊ അതിന്റെ സൂപ്പർപൊസിഷൻ മീൻസ് യു ഹാവ് ടു ആഡ് ദിസ്, ദാറ്റ് ഈസ് y1 of xt പ്ലസ് y2 of xt. ഇതിങ്ങനെ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് കണ്ടിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്, kx minus omega t plus sin kx plus omega t. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മളൊരു എക്സ്പാൻഷൻ കൊടുക്കുന്നുണ്ട്. സൈൻ a plus b plus സൈൻ a minus b എക്സ്പാൻഷൻ കൊടുത്തിട്ട് നമ്മൾ ആ എക്സ്പാൻഷൻ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ നമുക്കൊരു ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. 2a sin kx cos omega t എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ദിസ് ഇസ് എ ജനറൽ ഫോർമുല, 2a sin kx cos omega t. അപ്പൊ പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുമ്പം വി ഹാവ് ദിസ് ഇക്വേഷൻ. സൂപ്പർപൊസിഷൻ ഓഫ് 2 വേവ്സിന്റെ സൂപ്പർപൊസിഷൻ ആയിട്ട് കാണിക്കുന്ന ഈ ഇക്വേഷനാണ്. അപ്പൊ ഇങ്ങനെ എഴുതണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ മീൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. സോ a sin kx minus omega t പ്ലസ് a sin kx plus omega t ഇങ്ങനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫോർമുലയിൽ 2a ആണ്, ഇവിടെ വരുന്നത് a ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് a കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്
ഈ 2a പകരം 0.06 ആണ് വന്നിരിക്കുന്നത്. സോ a എന്ന് പറയുന്ന 0.06 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഇസ് 0.03. ഇതാണ് നമ്മളുടെ a. ആൻഡ് അപ്പൊ നമുക്ക് a കിട്ടി. ഇനി നമുക്ക് kxഉം ഒമേഗ ടിയും വേണം. അപ്പം kx നമ്മൾ ഇഫ് യു കമ്പയർ ദിസ് ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം kx, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് k, ആൻഡ് ദാറ്റ് kx എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാക്കാം. kx is 2π/3x and omega t എന്ന് പറയുന്നത് എന്താണ്? See, this is the omega t, 120πt. 120πt. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സൂപ്പർപൊസിഷൻ ആയിട്ട് എഴുതുമ്പോൾ 0.03 സൈൻ kxന് പകരം 2π/3x മൈനസ് ഒമേഗ ടിക്ക് പകരം 120πt പ്ലസ് a 0.03 സൈൻ kxന് പകരം 2π/3x പ്ലസ് ഒമേഗ ടിക്ക് പകരം 120πt. അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതാണ് ഇത് സൂപ്പർപോസ്ഡ് ആസ് എ സൂപ്പർപൊസിഷൻ ഓഫ് 2 ways. ഇനി അവിടെ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, സ്പീഡ് ഇത്രയും ചോദ്യങ്ങളും കൂടി ചോദിച്ചിട്ടുണ്ട്. സോ വാട്ട് ഇസ് ദ വേവ് ലെങ്ത്? വേവ് ലെങ്ത് ഇസ് ഗിവൺ ബൈ ലാംഡ ഇസ് ഈക്വൽ ടു 2π/k ആണ് നമുക്കറിയാം വേവ് ലെങ്ത്. ഇപ്പൊ 2π/k നമുക്ക് kx ആണ് 2π/3. സോ k എന്ന് പറയുന്നത് എന്താണ്? 2π/3 ആണ്. സോ kക്ക് പകരം 2π/3. സോ 2π ഡിനോമിനേറ്റർ മുകളിലേക്ക് പോകുമ്പോൾ റിവേഴ്സ് ചെയ്യും 3/2π. സോ ദിസ് ഇസ് 3 meters എന്ന് വരും. ഇനി ന്യൂ ചോദിച്ചിട്ടുണ്ട്. ന്യൂയുടെ അതുകൊണ്ടാണ് ഈ ഫോമുല എല്ലാം പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞു ഈ ഫോമുല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ന്യൂ ഇസ് ഈക്വൽ ടു ω/2π. ഇതാണ് അതിന്റെ ഇക്വേഷൻ. സോ ഒമേഗയ്ക്ക് പകരം ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഒമേഗ ടി എന്ന് പറയുന്നതാണ് 120π. സോ ഒമേഗ മീൻസ് 120π. സോ 120π ഡിവൈഡഡ് ബൈ 2π വിച്ച് ഇസ് 60 hertz. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് what is the velocity? Velocity is equal to nu lambda. ന്യൂ ഉണ്ട്, ലാംഡയും ഉണ്ട്. ഓക്കെ, അപ്പം ഇതും നമുക്ക് കിട്ടി. ഇനി നോക്കുക, ഡിറ്റർമിൻ ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. അപ്പം നമുക്കറിയാം ഫോർ എ ട്രാൻസ്വേഴ്സ് വേവ് വി ഹാവ് ദിസ് ജനറൽ ഫോർമുല v is equal to √T/mu. അപ്പൊ ഇതിന്റെ നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ v square is equal to T/mu or T is equal to v square mu അല്ലെ? അപ്പം v നമുക്കിപ്പോ ഉണ്ട്. mu എന്ന് പറയുന്നത് എന്താണ്? മാസ് പെർ ലെങ്ത് ആണ്. അപ്പൊ മാസും ലെങ്തും നമുക്ക് ഈ ക്വസ്റ്റനിൽ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. 1.5 ലെങ്തും മാസ് ഇത്രയും. ഇപ്പൊ മാസ് പെർ ലെങ്ത് എന്ന് പറയുന്നത് 3 × 10⁻⁻2 ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1.5. ഓക്കെ, സോ വി ഹാവ് T is equal to v square. v square എന്ന് പറഞ്ഞാൽ 180 സ്ക്വയർ into mu, that is 3 × 10⁻⁻2 divided by 1.5. So you have 648 Newton. Okay. So നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. For the wave on a string described in exercise 15.11. അത് exercise 15.11 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചെയ്ത question number 8 ആണ് കേട്ടോ. Do all the points on the string oscillate with the same frequency, phase, amplitude? Then explain your answers. And what is the amplitude of a point? 0.375 meter away from one antenna. But for the wave on the string described in this question, നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് എന്തായിരുന്നു? ഒരു സ്റ്റേഷനറി വേവ് ആയിരുന്നു. ഇറ്റ്സ് നോട്ട് എ ട്രാവലിംഗ് വേവ്. നമ്മളിപ്പോ തൊട്ട് മുന്നേ പ്രോബ്ലം കണ്ട സ്റ്റേഷനറി വേവ് ആണ്. അപ്പൊ അങ്ങനെ ഒരു വേവിന്റെ എല്ലാ പോയിന്റ്സും ഒരേ ഫ്രീക്വൻസിയിലും ഒരേ ഫേസിലും ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കുമോ വൈബ്രേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം ഈ നോട്ട്സ് ഒഴികെയുള്ള ബാക്കി നമ്മൾ അതിന്റെ തിയറി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ്. നോട്ട്സ് ഒഴികെയുള്ള എല്ലാ പോയിന്റിലും അത് ഒരേ ഫ്രീക്വൻസിയിലും ഒരേ ഫേസിലും വൈബ്രേറ്റ് ചെയ്യും. പക്ഷെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കില്ല, വേറെ ആയിരിക്കും. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ തിയറി കണ്ടാണ്. ഓൾ ദ പോയിന്റ്സ് except the nodes. നോട്ട്സിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും നോട്ട്സ് ഉണ്ട്. string oscillate with the same frequency and phase but not the
സെയിം ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത എന്താന്ന് നോക്കി. സോ ദാറ്റ് ഇസ് ഇറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. അപ്പം ഇതുമാണ്, പക്ഷെ എക്സെപ്ഷൻ നോട്ട്സിൽ എക്സെപ്ഷൻ ആണ്. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിലും വ്യത്യാസമായിരിക്കും. വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ പോയിന്റ് 0.375 മീറ്റർ അവേ ഫ്രം വൺ എൻഡ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് 0.375 മീറ്റർ അകലെയുള്ള ഒരു പോയിന്റിന്റെ ഒരു എൻഡിൽ നിന്ന് 0.375 മീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്റ്റാൻഡിങ് വേവിന്റെ നമ്മൾ ഓൾറെഡി തിയറി കണ്ടാണ്. സ്റ്റാൻഡിങ് വേവിനെ സംബന്ധിച്ച് y of x is equal to 2a sin kx cos omega t. അതാണല്ലോ നമ്മുടെ y of x is equal to 2a sin kx cos omega t എന്നുള്ളതാണ് നമ്മുടെ ജനറൽ ഫോർമുല. അതിൻ്റെ അകത്ത് ആംപ്ലിറ്റ്യൂഡ് പാർട്ടാണ് ഇത്രയും 2a sin kx എന്ന് പറയുന്നത് അവരുടെ ആംപ്ലിറ്റ്യൂഡ് ആണ്, 2a sin kx. അപ്പോൾ നമുക്ക് ഈ 2യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫ്രം ദ അവർ പ്രോബ്ലം ഇറ്റ് ഇസ് 0.06. then sin k എന്ന് പറഞ്ഞാൽ 2π/3 എന്നാണ് നമ്മൾ കണ്ടത്, 3. ഇനി എക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് 0.375. അപ്പൊ നമ്മളിവിടെ 0.375 ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 0.042 മീറ്റർ എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രോബ്ലം കൂടി നോക്കാം. Given below are some functions of x and t to represent the displacement of an elastic wave. താഴെ കുറച്ച് ഫങ്ഷൻസ് തന്നിട്ടുണ്ട് എക്സിലും ടിയിലും. ഇതൊരു ഡിസ്പ്ലേസ്മെന്റ്, അത് ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആവാം, of an elastic wave. State which of these represent traveling wave, stationary wave or none at all. ഇത് ഏത് ട്രാവലിംഗ് വേവ് ആണോ സ്റ്റേഷനറി വേവ് ആണോ, ഇത് രണ്ടും അല്ലയോ എന്നുള്ളതാണ്. അപ്പൊ ആ വേവ്സ് എത്രയാണെന്നൊക്കെയാണെന്ന ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻഷിപ്സ് ഇതൊക്കെയാണ്. ഞാനിവിടെ എഴുതിയില്ല, ഇതാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ തന്നിരിക്കുന്ന 2 cos 3x 10 2 cos 3x sin 10t. ഇതാണ് ഫസ്റ്റ് റിലേഷൻ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് ട്രാവലിംഗ് വേവ് ആണോ സ്റ്റേഷനറി വേവ് ആണോ, അല്ലെ ഇത് രണ്ടും അല്ലേ? നമുക്കിത് ഈസി ആയിട്ട് മനസ്സിലാക്കും. ഇത്രയും നമ്മൾ രണ്ടും കണ്ടാണ്. ഇത് സ്റ്റേഷനറി വേവിന്റെ ജനറൽ ഫോമിൽ തന്നെ അല്ല ഇത് എടുക്കുന്നത്. 2a sin kx cos omega t എന്നുള്ള നമ്മുടെ ആ ഒരു അതേ ഫോമിൽ തന്നെയാണ്. ബിക്കോസ് kx omega t സെപ്പറേറ്റ് ആയിട്ട് കോസിലും സൈനിലും കിടക്കുന്നു. അപ്പം ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ദിസ് ജനറൽ ഫോം ഓഫ് സ്റ്റേഷനറി വേവ്. അതുകൊണ്ട് നമുക്ക് ഇത് പറയാൻ പറ്റും, ദിസ് റെപ്രസെന്റ്സ് സ്റ്റേഷനറി വേവ്. ഇനി അടുത്ത തന്നിരിക്കുന്ന y is equal to 2√x minus vt എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്കറിയാം, ഇത് ട്രാവലിംഗ് വേവിന്റെ ഫോമാണ്. പിന്നെ അല്ല സ്റ്റേഷനറി വേവിന്റെ. ഇനി ട്രാവലിംഗ് വേവിന്റെ നമ്മൾ നേരത്തെ കണ്ടോലെ sin kx minus omega t plus phi ആണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ആ രീതിയിലും ഒന്നും അല്ല, ഒരു ഹാർമോണിക് ടേംസ് ഒന്നും ഇതിൻ്റെ അകത്തില്ല, അത് രണ്ട് ഫോമിലും അല്ല. സോ ദിസ് ഇസ് നൺ. ഇതിന്റെ ആൻസർ നോട്ട് സ്റ്റേഷനറി വേവ് ഓർ ട്രാവലിംഗ് വേവ്. ഓക്കെ, ഇനി അടുത്ത തന്നിരിക്കുന്നത് y is equal to 3 sin 5x minus 0.5t plus 4 cos 5x minus 0.5t. ഓക്കെ, അപ്പൊ നമുക്കിത് സ്റ്റേഷനറി വേവ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ kxഉം അത് എക്സ് ടേമും അത് കെയും ഒമേഗയും ഒക്കെ kx ഒമേഗ ടിയും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുവാണെങ്കിലാണ് നമുക്ക് ഇപ്പോൾ സ്റ്റേഷനറി വേവ് എന്ന് പറയാം. പക്ഷെ ഇവിടെ നമുക്ക് അത് കമ്പൈൻഡ് ആയിട്ടാണ് 5x minus 0.5t 5x minus 0.5t. അപ്പൊ ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനറി വേവ് അല്ല. kxഉം ഒമേഗ ടിയും സെപ്പറേറ്റ് ആയിട്ട് വരുവാണെങ്കിൽ മാത്രം സ്റ്റേഷനറി വേവ് ചിന്തിച്ചാൽ മതി. സോ ട്രാവലിംഗ് വേവിന്റെ നമുക്കറിയാം ജനറൽ ഫോർമുല a sin kx plus or minus omega t plus phi. അതർവൈസ് ഈ സൈന് പകരം കോസ് ആയാലും എന്താണ്, ദാറ്റ് ഓൾസോ റെപ്രസെന്റ്സ് എ ട്രാവലിംഗ് വേവ്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഒരെണ്ണം സൈൻ ടേംസിലും ഒരെണ്ണം കോസ് ടേംസിലും, അതിന്റെ നടുക്കൊരു അഡീഷണൽ ടേം. സോ ഇതെന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഓഫ് 2 ട്രാവലിംഗ് വേവ്സ് ആണ്. മനസ്സിലായോ? ഇത് രണ്ടും ട്രാവലിംഗ് വേവിന്റെ ഫോം തന്നെയാണ്. സോ കോമ്പിനേഷൻ ഓഫ് 2 ട്രാവലിംഗ് വേവ് എന്ന് പറയാം. ഇനി നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, y is equal to cos x sin t plus cos 2x sin 2t. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മൾക്ക് ആദ്യം തന്നെ നോക്കാം, ഈ എക്സ് ടേംസും ടി ടേംസും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുവാണ്, എന്നാൽ നടുക്കൊരു അഡീഷനും ഉണ്ട്. സോ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം ഓഫ് സ്റ്റേഷനറി വേവ്. പക്ഷെ പ്ലസ് ഉണ്ട് രണ്ട് സ്റ്റേഷനറി വേവിന്റെ ഒരു
കോമ്പിനേഷൻ മാതിരിയാണ് കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ നമുക്ക് മനസ്സിലാക്കാം, ദിസ് ഇസ് ദ സൂപ്പർ പൊസിഷൻ ഓഫ് ടു സ്റ്റേഷനറി ബേസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് ഇനിയും പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി പ്രോബ്ലംസ് ചെയ്യാം. താങ്ക് യു.